പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം. ആവർത്തന പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുവിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. 119-ാം സങ്കീർത്തനം 4-ാം വാക്യം. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. വീണ്ടും വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവം തൻ്റെ പ്രമാണങ്ങളെ നമുക്ക് കൽപ്പിച്ചു തന്നു. മോശ മുഖാന്തരം കൽപ്പിച്ച ആ കൽപ്പനകൾ, 10 കൽപ്പനകൾ ആ പാറയിൽ വെട്ടി കൊത്തിച്ചുണ്ടാക്കിയ കല്ലിൽ എഴുതി കൊടുത്തു. അതിനുശേഷമായിട്ട് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ വാമൊഴിയായിട്ട് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്ന ഈ ദൈവവചനം, കർത്താവ് പറയുന്നത്, ഇതിൽ നിന്ന് ഒന്നും കൂട്ടരുത്, ഇതിനോടൊന്നും കൂട്ടരുത്, ഇതിൽ നിന്നൊന്നും കുറച്ചും കളയരുത്. ഈ വചനങ്ങളെ കൃത്യമായി ആചരിക്കുവാൻ അവൻ നമുക്ക് അത് കൽപ്പിച്ചു തന്നിരിക്കുന്നു. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നാം ഇതിനെ കൃത്യമായി ആചരിക്കുവാൻ മനസ്സ് വയ്ക്കുന്നുണ്ടോ? ഇതിൻ്റെ ചില പ്രമാണങ്ങളെ നമ്മൾ ലഘുവായിട്ടും ചിലതിനെ ഗൗരവമായി നാം ഏറ്റെടുക്കാറില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം, അത് നമ്മുടെ കൈകളിൽ തന്നത് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതിനോടെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ദൈവം തൻ്റെ ബാധകളെ അവരുടെ മേലയക്കും. ഇതിൽ നിന്നെന്തെങ്കിലും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവം തൻ്റെ പ്രമാണത്തെ, തൻ്റെ ആലോചനയെ നമ്മോട് കൃത്യമായിട്ട് കൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അതനുസരിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നാം ഈ വചനത്തെ ഏതെങ്കിലും രീതിയിൽ ലഘൂകരിച്ച് കാണുവാനിടയായിട്ടുണ്ടോ? ഈ വചനത്തിലെ ചിലതിനെ നാം മറന്നു കളയുന്നവരായിട്ട് അതിനെ അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കാതെയായി തീർന്നിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൃത്യമായി പറയുന്നത്, ഞാൻ എൻ്റെ വചനങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹായവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒന്നും കൂട്ടിച്ചേർക്കാതെ, ഒന്നും വിട്ടുകളയാതെ അതിനെ കൃത്യമായി ആചരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. ഗോഡ് ബ്ലെസ് യു.